ജീവിതത്തിൽ നഷ്ടങ്ങൾ അനുഭവിക്കാത്ത മനുഷ്യർ ഈ ഭൂമിയിലില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ ഓരോന്നും ഒന്ന് ഓർത്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ഓർത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പലതും നഷ്ടപ്പെട്ടത് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. ചിലതൊക്കെ നമ്മളിൽ നിന്ന് ദൈവം മനഃപൂർവ്വം എടുത്തു മാറ്റിയത് നമ്മളെ മികച്ച ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ചിലത് നമ്മളിൽ നിന്ന് താൽക്കാലികമായി എടുത്തു മാറ്റുന്നതാവും. ചിലത് നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നിട്ടും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയതിൻ്റെ പരിഭവത്തിൽ അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. ഒരുപക്ഷെ നമ്മൾ അതിൽ ഒരാളായിരിക്കാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് നഷ്ടമായി പോയവയെ, അത് എല്ലാത്തിനെയും എന്ന് നമുക്ക് പറയുന്നില്ല, കാരണം പലതും എടുത്തു മാറ്റിയത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒരു ദൈവികമായ പദ്ധതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ചിലതിനെയൊക്കെ നമ്മളിൽ നിന്നും, നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും എടുത്തു മാറ്റിയത്. അത് ചിലപ്പോൾ പണമാകാം, വസ്തുവകകളാകാം, ഇനി അതല്ലെങ്കിൽ ബന്ധങ്ങളാവാം, എന്തും തന്നെ ആയിക്കൊള്ളട്ടെ. പക്ഷേ അത് എനിക്ക് തിരികെ വേണം എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അത് തിരികെ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം കൂടുതൽ മനോഹരമായി തീരും എന്ന് എനിക്ക് ആഗ്രഹമുള്ളതോ ആയ ചില കാര്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അതിനേക്കാൾ മികച്ചതായിരിക്കാം. എങ്കിലും നമുക്ക് ഈ ഒരു എളിയ പ്രാർത്ഥന വഴി അസാധ്യങ്ങളായ പലതിനെയും നമ്മളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി തന്നെ തിരികെ പിടിക്കുവാൻ സാധിക്കും. അത്തരമൊരു അത്ഭുത പ്രാർത്ഥന, നഷ്ടപ്പെട്ടു പോയവയെ തിരികെ ലഭിക്കാനുള്ള അത്ഭുത പ്രാർത്ഥനയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ആവശ്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ബെൽ ഐക്കൺ അമർത്തുക. നമുക്ക് വളരെ ഭക്തിപൂർവ്വം തന്നെ നഷ്ടപ്പെട്ടുപോയ നമ്മളുടെ പ്രിയപ്പെട്ട ആ ഒന്നിനെ അല്ലെങ്കിൽ ഒന്നിലധികമുള്ള ആ വസ്തു, പണം, സ്നേഹബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹമാകാം, ജീവിത പങ്കാളിയുടെ സ്നേഹമാകാം, മക്കളുടെ സ്നേഹമാകാം, സുഹൃത്തുക്കളുടെ സ്നേഹമാകാം, ആത്മമിത്രത്തിൻ്റെതാവാം, എന്തും തന്നെ ആയിക്കൊള്ളട്ടെ, അത് തിരികെ ലഭിക്കുവാനുള്ള ആ ഒരു പ്രാർത്ഥനയിലേക്ക് കടക്കാം. അതിനു മുൻപ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു വാചകം പരിചയപ്പെടുത്തി തരാം. എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാചകമാണത്. ദൈവത്തെ നമ്മൾ അങ്ങനെ വിളിക്കുന്നത് ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്. അത് വേറൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ മാലാഖമാരെ പറ്റി പറഞ്ഞിരുന്നു. മാലാഖമാർ ദൈവത്തെ അനുദിനം സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ പ്രൈസ് ചെയ്ത് പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാലാഖമാർ എപ്പോഴും പറയുന്നത് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നാണ്. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇതാണ് ദൈവത്തെ നമുക്ക് ഏറ്റവും മനോഹരമായി വർണ്ണിക്കാൻ കഴിയുന്ന ആ ഒരു ചെറിയ വരിയാണിത്. ഇത് ചെറിയൊരു വരിയാണെങ്കിലും ഇതാണ് ദൈവം എന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥം. അതായത് അവനായിരുന്നു, ഇത്രയും നാൾ എന്തായിരുന്നോ അത് അവനായിരുന്നു, ഇപ്പോൾ എന്താണോ അതും അവനാണ്, ഇനി ആരെങ്കിലും വരാനുണ്ടെങ്കിൽ തന്നെ അത് അവൻ മാത്രമാണ്. അതായത് സർവവും ദൈവമാണ്. സർവവും എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവമാണ് എന്ന് നമ്മൾ ഏറ്റുപറയുന്നൊരു വാക്യമാണിത്. സോ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈ ഒരു വരി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പം നമുക്ക് ഭക്തിപൂർവ്വം ആ ഒരു പ്രാർത്ഥനയിലേക്ക് കടക്കാം. അതിനു മുൻപ് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പ്രാർത്ഥനകളും നിങ്ങളിവിടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക. മാത്രമല്ല, ഒരു പേപ്പറോ ഒരു പെന്നോ ഉപയോഗിച്ച് ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് എഴുതി വെച്ച് ദിവസവും പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടമായ എന്തിനേയും തിരികെ ലഭിക്കാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എഴുതി വയ്ക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥനയിലേക്ക് കടക്കാം.
കാരുണ്യവാനായ ദൈവമേ, സകലത്തിനെയും സൃഷ്ടിച്ച സൃഷ്ടാവായ അങ്ങ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ ജീവനും അങ്ങാണല്ലോ നിയന്ത്രിക്കുന്നത്. അങ്ങയുടെ നിയന്ത്രണത്തിലല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് നഷ്ടമായ ഈ അവസരത്തിൽ നമുക്ക് നഷ്ടമായ എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് തിരികെ വേണം, എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വേണം എന്ന് ഞാൻ അത്രമേൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ഇവിടെ നമുക്ക് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ നൽകിയ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ദൈവമേ, അങ്ങ് എന്നെ കടാക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് എന്നെ കടാക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് എന്നെ കടാക്ഷിക്കണമേ. നഷ്ടപ്പെട്ട എൻ്റെ ഈ ആവശ്യം നീ എനിക്ക് തിരികെ നൽകിയതിന് ഞാൻ നിന്നെ കുമ്പിട്ടാരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. നീ പരിശുദ്ധനാകുന്നു, നീ ബലവാനാകുന്നു, നീ അമർത്യനാകുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. 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 ദൈവത്തിന് നന്ദി.